അലയാഴികൾ കണ്ടു മാർത്തോമാ നിന്നെ, വിശ്വാസം വഴിയും ജ്വാലയായി നീ സുവിശേഷം പാരെങ്ങും വിളയിക്കാൻ നീ അന്നീ മാമല നാട്ടിലെത്തി. ഈശോ തൻ സ്നേഹത്തെ നെഞ്ചോടു ചേർത്തന്ന ജീവിതം പൂർണ്ണമാക്കി. പ്രാർത്ഥനകളും നേരിടും. എന്നാൽ നമ്മുടെ തന്നെ അപ്പസ്തലനായ തോമസ് ശ്ലീഹായുടെ നാമം നമ്മൾ യൂണിറ്റിൻ്റെ പേരായി സ്വീകരിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ്. ക്രൈസ്തവരായ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണെന്ന്. പണ്ട് എല്ലാ കടകളും മുടക്കായിരുന്നൊരു കാലഘട്ടമുണ്ട്. പതുക്കെ മാറി കടമുള്ള ദിവസമായിരുന്നു തോമസ് ശ്ലീഹായുടെ തിരുനാൾ ദിവസം. ഒത്തിരിയേറെ നമ്മുടെ തോമസ് ശ്ലീഹായുടെ സഭ വളർന്നു വലുതായി. അതെല്ലാം നമുക്ക് സ്നേഹപൂർവ്വം ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇത് നമ്മുടെ ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിറ്റ് എന്നുള്ളത് ഇടവകയുടെ പ്രവർത്തനത്തിൻ്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. നകുണ്ടോള പിതാവ് തൃശ്ശൂർ അതിരൂപത മെത്രാനായിരുന്ന കാലഘട്ടം, അന്ന് ഇരിഞ്ഞാലക്കുട രൂപതയില്ല, പാലക്കാട് രൂപതയില്ല, ഇതെല്ലാം തൃശ്ശൂർ രൂപതയായിരുന്നു. അന്ന് അതിരൂപതയുമില്ല. അങ്ങനെ ആ കാലഘട്ടത്തിൽ അതിനു മുമ്പ് ആലപ്പാട് പിതാവായിരുന്നു. നമുക്കറിയാം എത്രയധികം പള്ളികൾ ഞാറയ്ക്കൽ മുതൽ എറണാകുളം ഞാറയ്ക്കൽ, നമ്മുടെ ഭാരതപ്പുഴ, പട്ടാമ്പി ഭാരതപ്പുഴ, അത് കഴിഞ്ഞ് കോയമ്പത്തൂർ, ഇത്രയും ഏരിയ ആയിരുന്നു തൃശ്ശൂർ രൂപത എന്ന് പറയുന്നത്. അപ്പം ആദ്യമ പ്രാഥമിക കാലഘട്ടങ്ങൾ, സൗകര്യങ്ങൾ കുറവുള്ള കാലഘട്ടങ്ങൾ, ചെറിയ ചെറിയ പള്ളികൾ, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കടന്നുപോയി. ആലപ്പാട്ട് പിതാവും വന്നു കടന്നുപോയി. അന്ന് സഹായപത്രന്മാരൊന്നുമില്ലാത്ത ഒരു കാലഘട്ടമാണ്. പണ്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾ അധികം കണ്ടു കാണും. ചിലപ്പോൾ ഇവിടെയുള്ള പ്രായമുള്ളവരേക്ക്, എൻ്റെ പ്രായമുള്ളവരേക്കും കണ്ടു കാണും. ഇവിടെ നിന്നൊരു കോവലൻ ഉണ്ടായിരുന്നു. ചിലർക്ക് അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടാവും. ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ആലപ്പാട്ട് പിതാവിൻ്റെ ഒരു സഹായിയായി. ആലപ്പാട്ട് പിതാവ് ഇവിടെ പോകുമ്പോഴും അതിനു മുമ്പ് അദ്ദേഹം ആ ഇടവയിലൊക്കെ എത്തിയിരിക്കും. ഒരു അംഗരക്ഷകൻ പോലെയായിരുന്നു. പിന്നെ ഞാനൊക്കെ അവിടെ ഉൾപ്പെടുന്നതിന് മുമ്പ് ഒരു വർഷം ഞങ്ങൾക്ക് പ്രായോഗിക പരിശീലന കാലഘട്ടത്തിൽ പല സ്ഥാപനങ്ങളിലും നിർത്തും. ചിലപ്പോൾ പള്ളികളാവും. പക്ഷെ എനിക്ക് അരമനയിലായിരിക്കുമ്പോൾ ഞാൻ ഈ കോരുന്ന പാപ്പനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ രൂപതയിലെ എല്ലാ പള്ളികളിലേക്കും വീഞ്ഞൊക്കെ ഉണ്ടാക്കുന്ന ആ ഭാഗത്ത് സഹായിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹം മരിച്ചുപോയി. ചിലരൊക്കെ അദ്ദേഹത്തെ കണ്ടു കാണും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടം കടന്നുപോയി. കൊണ്ടുപോകുന്നതാ വന്നപ്പോഴാണ് ഇങ്ങനെ കുടുംബങ്ങൾ യൂണിറ്റുകളായിട്ട് ക്രമീകരിച്ച് വിഭജിച്ച് കൂട്ടായ്മകളുണ്ടാകുന്നു. അതിനു വേണ്ടിയിട്ട് ഇറങ്ങി വന്നത് ഒരു CMI എവ്സേബിയസ് അച്ഛനാണ്. അച്ഛൻ ഈ 3-4 വർഷം കൊണ്ട് അച്ഛൻ മരിച്ചു. ജയകുന്നമംഗലം ആശ്രമത്തിൽ അദ്ദേഹമാണ് ഈ കുടുംബ സമ്മേളനം എന്നുള്ള ഈ കുണ്ടോള പിതാവിൻ്റെ ഈ ആശയം, അല്ലെങ്കിൽ അച്ഛൻ്റെ ആശയം അങ്ങനെ പ്രകടിപ്പിച്ച് നമ്മുടെ രൂപതകൾ മുഴുവൻ ഇങ്ങനെ യൂണിറ്റുകളായിട്ട് വിഭജിച്ച് ഇടവകയെ സുഗമമായി നയിക്കുക. അന്ന് വാർഡ് പേരുകൾ, നമ്പറുകളായിരുന്നു യൂണിറ്റുകൾ. 1-ാം വാർഡ്, 2-ാം വാർഡ്, 3-ാം വാർഡ്. പിന്നേക്കും കുറേ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് പല വിശുദ്ധന്മാരുടെ പേരുകൾ സ്വീകരിച്ചു. പിന്നെ കുറച്ചുകൂടി കരിസ്മാറ്റിക് ഒരു വചന പ്രഘോഷണം ഡിവൈൻ ചാലക്കുടിക്ക് വന്നപ്പോഴാണ് ജെറുസലേം, ബത്ലഹേം, ജോർദാൻ അങ്ങനെയുള്ള പേരുകൾ, ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള പേരുകളെല്ലാം സ്വീകരിച്ചത്. പക്ഷെ നമ്മുടെ ഈ കുടുംബ സമ്മേളന യൂണിറ്റ് ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി BBC എന്നാണ് എല്ലായിടത്തും. അവരാണ് സുവിശേഷ പ്രഘോഷണങ്ങളെല്ലാം നടത്തുക.
അങ്ങനെ ഇടവകയുടെ ഭരണത്തിന് ഇതൊരു സൗകര്യമുള്ള ഒരു ഘടകമായിട്ട്. അപ്പം അതിൻ്റെ ഭാരവാഹികൾ ആ വീടുകളുമായിട്ട് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. നമ്മുടെ ഇടവകയിൽ നിന്ന് കിട്ടുന്ന ഒത്തിരിയേറെ അറിയിപ്പുകളെല്ലാം വീടുകളിലേക്ക് എത്തിക്കുക, നിങ്ങളുടെ കൂട്ടായ്മകളിൽ പങ്കെടുക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുക. അങ്ങനെ പരസ്പരം ഇടവകയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ സഹകരിപ്പിക്കുന്നത് യൂണിറ്റ് ഭാരവാഹികളാണ്. അപ്പം നമ്മുടെ ഇടവകയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. നമ്മുടെ ഈസ്റ്റർ, ക്രിസ്മസ്, ഇടവക ദിനം, തിരുനാൾ, മറ്റ് ആഘോഷങ്ങൾ, നമ്മൾക്കിവിടെ അന്നായ്മ തിരുനാൾ, അങ്ങനെ എല്ലാ മേഖലകളും ഈ നല്ല മെഷീൻ പ്രവർത്തിക്കുന്നത് പോലെ, നല്ല അച്ചിലിട്ടതുപോലെ മെഷീൻ പ്രവർത്തിക്കും. അതുപോലെ പ്രവർത്തിക്കുന്നത് ഈ യൂണിറ്റിൻ്റെ നല്ല സഹകരണം മൂലമാണ്. അപ്പം ഈ ഇടവകയുമായിട്ട് എല്ലാ യൂണിറ്റുകളും ഇതുപോലെ വികാരിയച്ഛന്മാരിൽ നിന്ന് കിട്ടുന്നതും കുടുംബ സമ്മേളന കേന്ദ്ര സമിതിയിൽ നിന്ന് കിട്ടുന്നതും പ്രതിനിധി യോഗങ്ങളിൽ നിന്ന് കിട്ടുന്നതുമായിട്ടുള്ള എല്ലാ അറിയിപ്പുകളും ക്രമത്തിന് സത്സമയങ്ങളിലെല്ലാം യൂണിറ്റ് കുടുംബങ്ങളെല്ലാം അറിയിച്ച് നിങ്ങളെല്ലാം സഹകരണത്തോടെയാണ് ഈ ഇടവക മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ സാമ്പത്തികമായ മേഖലകൾ, അത് ദശാംശത്തിലൂടെയും സംഭാവനകളിലൂടെയും എല്ലാം ഇടവകയുടെ ആവശ്യങ്ങളൊക്കെ സഹകരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന ഭാരവാഹികളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും നമ്മുടെ ഇടവകയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനാദ്യമായിട്ട് ഒരിടവക വികാരിയച്ഛൻ എന്ന രീതിയിൽ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഒത്തിരി ഭാരവാഹികളുണ്ട്, ഓടി നടന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ, മുമ്പത്തെ വർഷങ്ങളിൽ, പ്രത്യേകിച്ച് അന്ത്യകാരണച്ചനായിരുന്നു കഴിഞ്ഞൊരു 3 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അന്ത്യകാരണച്ചനാണ് നമ്മൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. അന്ത്യകാരണച്ചനെ ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. കാലകാലം വരുന്ന സിസ്റ്റേഴ്സും അതിനനുസരിച്ച് ഒപ്പം നിന്ന് നമ്മളുടെ ഈ യൂണിറ്റിനെ സജീവ ഘടകമായിട്ട് നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. സ്നേഹിതരെ, ഞാൻ ഇതിലൂടെ 10ാം ക്ലാസ്സിന് മുമ്പ് കുറച്ച് പ്രാവശ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എൻ്റെ അപ്പൻ്റെ പെങ്ങൾ ഇവിടെ ചെമ്പക്കാവിലായിരുന്നു. അപ്പം അതുകൊണ്ട് അവിടേക്ക് വിരുന്നിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം വരുമ്പോൾ, പക്ഷെ അന്നൊന്നും ഇവിടെയൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. അത് ആച്ചിറങ്ങളാവിൻ്റെ തൊട്ടടുത്താണ് ആ വീട്. അതുകൊണ്ട് അവിടെ എത്താനായിട്ടുള്ള ഒരു താല്പര്യമായിരുന്നു. അതിനിടയിൽ ഈ സ്ഥലങ്ങളൊന്നും നമുക്ക് വലിയ പ്രാധാന്യമാണ്, നമ്മളതിന് ഈ സ്ഥലങ്ങളെ പറ്റി ഒന്നും അറിയുന്ന പോലുമില്ലല്ലോ. പിന്നെ അച്ഛനാവാൻ വേണ്ടിയിട്ട് പഠിക്കാമെന്ന കാലഘട്ടങ്ങൾ മുതലാണ് ഇവിടേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ബസ്സിൽ പോകുമ്പോൾ ഇതിൽ കൂടെയാണ് ഞങ്ങളുടെ യാത്ര മുഴുവൻ. അപ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് പോകും. അന്ന് അന്നായ്മ പള്ളിയൊന്നും അങ്ങനെ ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടില്ല. പിന്നെ എൻ്റെ അറിവിൽ അന്നായ്മ പള്ളി ശ്രദ്ധിക്കപ്പെടാനായിട്ടുള്ളൊരു കാരണം, ചാലിശ്ശേരിച്ചൻ ഇവിടെ 10 വർഷക്കാലം, 14 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഞങ്ങളുടെ ഇടവകാംഗമായിരുന്നു. അച്ഛനാണ് ഞങ്ങളുടെ ഇടവകയിൽ ഒത്തിരി ദൈവവിളികൾ അച്ഛനാകാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വളരെയേറെ കാര്യങ്ങൾ ഞങ്ങളുടെ ഇടവകയിൽ ചെയ്യുക. അതിനുശേഷം കുറേ അച്ഛന്മാർ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അച്ഛൻ ഇവിടെ ഇരുന്ന പള്ളിയാണ് അന്നായ്മ പള്ളി. അതാണ് പിന്നെ ഒരു പരിചയത്തിന് ഒരു കാരണമായിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നിങ്ങൾ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഞാനിവിടെ ഒരിക്കലും വികാരിയായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്മളത് അങ്ങനെ ഒരു രൂപതയുടെ ഇതുപോലെ മാറ്റങ്ങളുടെ ഒരു പ്രക്രിയയിൽ അങ്ങനെ വരാനായിട്ട് ഇടയായി. അപ്പോൾ നിങ്ങളുടെ അവിടേക്കാണ് മാറ്റം എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം മാറ്റത്തിൻ്റെ പേപ്പർ വായിക്കും. എൻ്റെ തൊട്ടടുത്തിരുന്നിരുന്നത് അന്തിക്കാടനച്ഛനാണ്. അതൊന്നും അറിഞ്ഞിട്ടിരുന്നതല്ല. മാറ്റെല്ലാം മീറ്റിങ്ങിൻ്റെ അവസാന സമയത്താണ് ട്രാൻസ്ഫർ ലിസ്റ്റെല്ലാം വായിക്കുക. തൊട്ടടുത്ത് അന്തിക്കാടനച്ഛൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അന്തിക്കാടനച്ഛൻ എനിക്ക് കൈ തന്നു. അതാണ് നിങ്ങളുടെ ഇടവകയുമായിട്ടുള്ള ആദ്യത്തെ ഒരു ചിന്ത മനസ്സിൽ വരുന്നത് അന്നാണ്. അപ്പം നിങ്ങളുടെ ഇടവകയിലേക്ക് വരുവാനും
അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാകാനും നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനായി ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനുമെല്ലാം ലഭിച്ച ഒരു അവസരത്തെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുകയാണ്. കുറേ ചരിത്രങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ അന്നായ്മപ്പള്ളി. അത് നമ്മൾ കാലാകാലങ്ങളിൽ വൈദികരും അച്ഛന്മാരെല്ലാം പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ ഇന്ന് തോമസ് ശ്ലീഹയുടെ ദിവസമാണ്. അതിനെപ്പറ്റിയും നിങ്ങൾ വളരെയേറെ കേട്ടിട്ടുണ്ടാവും. തോമസ് ശ്ലീഹ നമ്മുടെ പിതാവാണെന്ന്. തോമസ് ശ്ലീഹയുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ബൈബിളിലുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ വായിക്കുന്നുണ്ടാവും. നമ്മൾ സെൻറ് തോമസ് ക്രിസ്ത്യൻസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു 1545 തോമസ് വിശുദ്ധ ഫ്രാൻസിസ് ഭാരതത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള കാലഘട്ടം മുതലാണ് ഇവിടെ നിത്യ സഭ, അതൊരു സീറോ മലബാർ സഭ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നു. സീറോ മലബാർ എന്ന് പേരില്ല. മലബാർ എന്ന് പറയുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികൾ. അപ്പോൾ കേരളത്തിലെ മലബാറിലെ ക്രിസ്ത്യാനികൾ, അതാണ് മലബാർ എന്ന് പറയാൻ കാരണം. പിന്നെ സീറോ, ഞാൻ ചിലപ്പോൾ കുട്ടികളോട് ചോദിക്കാൻ എന്താണ് സീറോയുടെ സ്പെല്ലിങ്, അപ്പോൾ 4 6 എന്ന് എല്ലാവരും പറയും. അത് 0. ഇത് SYRO, സിറിയൻസ്, സുറിയാനി ഭാഷ സംസാരിക്കുന്ന ക്രിസ്ത്യാനികളെ. അതുകൊണ്ടാണ് സീറോ. സുറിയാനി ഭാഷ മലബാർ ഏരിയയിൽ സുറിയാനി ഭാഷയിൽ ആരാധനാ ക്രമം നടത്തുന്ന ക്രിസ്ത്യാനികൾ. ഇതാണ് സീറോ മലബാർ ക്രിസ്ത്യാനികൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇത് തോമസ് ശ്ലീഹ എന്ന സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നായി നമ്മൾ അറിയപ്പെടാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഒരു 1599 മുതലാണ് നമ്മൾ പല ഗ്രൂപ്പുകളായിട്ടെല്ലാം തുടക്കം കുറിക്കാനൊക്കെ ആയിട്ട് കാരണമായത്. 1653 അത് ആരംഭിച്ചു. കത്തോലിക്കർക്ക് അതുവരെ ഒന്നിച്ചായിരുന്ന ക്രൈസ്തവര് കുറച്ചുപേര് യാക്കോബായ സമൂഹമായിട്ട് രൂപപ്പെടുവാനും കുറച്ചുപേര് ലത്തീൻകാരിലേക്ക് പൂർണ്ണമായിട്ട് പോകാനും ബാക്കിയുള്ളവര് ലത്തീൻ സഭയിലെ മാർപ്പാപ്പയിൽ അംഗീകരിച്ചും കത്തോലിക്ക സഭ വിശ്വസിച്ച് സുറിയാനി ആരാധന ക്രമം സ്വീകരിച്ചവന് സീറോ മലബാർ ക്രിസ്ത്യാനികളുമായിട്ട് അങ്ങനെ 1653 അങ്ങനെ ഒന്നത് ഒന്നായിരുന്ന സഭ 3 ഘടകമായി തീർന്നു. പിന്നെ അന്നുണ്ടായിരുന്ന യാക്കോബായ സഭ വീണ്ടും 2ആയി. അപ്പോൾ അതാണ് ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും. യാക്കോബ് എന്ന് പറയുന്ന ഒരു മെത്രാന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തുന്നതാണ് യാക്കോബായ സഭ എന്നറിയപ്പെടുന്നത്. ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് നമ്മുടെ മനോരമ, ഉമ്മൻചാണ്ടി ഒക്കെയുള്ള ഒരു സമൂഹം. അവരുടെ തലവൻ ഭാരതത്തിലെ മെത്രാപ്പൊലീത്തയാണ്. അവരുടെ അരമന കോട്ടയം പോപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, ലത്തീൻ സഭ, സീറോ മലബാർ സഭ അങ്ങനെ അത് വിഭജിച്ചു. പിന്നെ യാക്കോബായ സഭയിൽ നിന്നെല്ലാം പെന്തക്കോസ്ത് വിഭാഗങ്ങളിലേക്ക് സഭാവിഭാഗങ്ങൾ പോയി. അങ്ങനെ മാർത്തോമാ സഭ എന്ന് പറയുന്നത് മലങ്കര യാക്കോബായ സഭയുടെ കുർബാനയും ഡ്രസ്സും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസമുള്ളതാണ് മാർത്തോമാ സഭ എന്ന് പറയുന്നത്. അവർ മലങ്കരക്കാരുടെ വസ്ത്രധാരണവും വിശുദ്ധ കുർബാന അർപ്പണവും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം. അത് കഴിഞ്ഞാണ് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വരുമ്പോൾ അവർ ആംഗ്ലിക്കൻ മിഷനറി ബ്രിട്ടീഷ് അവിടെ ഉണ്ടായിരുന്ന പെന്തക്കോസ്ത് വിഭാഗങ്ങൾ ഇന്ത്യയിൽ വരികയും അങ്ങനെ CNI, CSI, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, അങ്ങനെ ആ CSI സഭകളുടെ സ്ഥാപനങ്ങളാണ് നമ്മളിന്ന് കാണുന്ന CMS സ്കൂള്, നമ്മൾ മിഷൻ ക്വാർട്ടേഴ്സിൽ കാണുന്ന CSI പള്ളികൾ. അതൊക്കെ പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള മെത്രാന്മാർ തലവന്മാരായിട്ടുള്ള സഭകൾ. അങ്ങനെയാണ് എപ്പിസ്കോപ്പൽ ചർച്ചസും പിന്നെ മാർപ്പാപ്പമാർ തലവന്മാരല്ലാത്ത മറ്റ് പെന്തക്കോസ്ത് ഗ്രൂപ്പുകളെല്ലാം. അങ്ങനെ കുറേ ചരിത്രത്തിലൂടെ ഒത്തിരിയേറെ വീഴ്ചകളും ഉയർച്ചകളും
വിഭജനങ്ങളും എല്ലാമായിട്ട് അങ്ങനെ ഒറ്റക്കെട്ടായിരുന്ന 16-ാം നൂറ്റാണ്ട് വരെ ഒരു സഭയായിരുന്നത് ഇന്നിങ്ങനെ പല വിഭാഗങ്ങളായിട്ട് വന്നു എന്ന് മാത്രം. അപ്പം നമ്മുടെ സീറോ മലബാർ സഭ സുറിയാനി ഭാഷയിൽ ആരാധനക്രമങ്ങൾ നടത്തുകയും മാർപ്പാപ്പയെ തലവനായിട്ട് അംഗീകരിക്കുകയും തോമാസ് ശ്ലീഹായുടെ പൈതൃകവും പാരമ്പര്യവും എല്ലാം പേറുന്ന ഒരു സമൂഹമായിട്ട് ഇന്ന് നിലനിൽക്കുന്നു. അപ്പോൾ തോമാസ് ശ്ലീഹായുടെ പൈതൃകം പേറുന്നവരാണ് എല്ലാ സഭാ വിഭാഗങ്ങളും, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ, ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, മാർത്തോമ സഭ. ഇതെല്ലാം തോമാസ് ശ്ലീഹായുടെ ആ ശ്ലൈഹിക പാരമ്പര്യത്തെ ഏറ്റെടുത്ത് പറയുന്ന സഭാ സമൂഹമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് സുറിയാനിയൊന്നും എല്ലാവർക്കും അത്ര പരിചിതമല്ല. ഇപ്പോൾ ഉള്ളവർ, ഇപ്പോൾ ഒരു 10-60 വയസ്സിന് മുകളിലുള്ളവർ പണ്ട് ഈ സുറിയാനി കുർബാനയ്ക്കെല്ലാം കൂടിയിട്ടുള്ളവരാണ്. അപ്പം അന്ന് സുറിയാനി ഭാഷ അറിയില്ലെങ്കിലും സുറിയാനി ആരാധനാക്രമം എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സുറിയാനി കുർബാനയിൽ എല്ലാവർക്കും നല്ല അഭിഷേകമുള്ള ഒന്നായിരുന്നു എന്ന് പറയപ്പെടും. ഞാൻ കൂടിയിട്ടുണ്ട് കുർബാനയ്ക്ക്, പക്ഷെ അതൊന്നും ഭാഷയൊന്നും ഒന്നും അറിയില്ല. അങ്ങനെ ആ സുറിയാനി ഭാഷയിൽ ഇന്നത് മലയാളീകരിച്ചു. 1962 68 വീണ്ടും മലയാളീകരിച്ചു. പിന്നെ ഇന്നാണ് അന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വിവാദങ്ങളും പ്രയാസങ്ങളുമാണ് ഇപ്പോഴും ഇതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോഴും ഈ എറണാകുളത്തും അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലുമെല്ലാം തനതായിട്ടുള്ള നമ്മുടെ പഴയ പാരമ്പര്യത്തിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതേസമയം ഈ കാലഘട്ടത്തിനനുസരിച്ച് രൂപഭാവങ്ങളിൽ വ്യത്യാസം വരണമെന്ന് ആഗ്രഹിക്കുന്നവരും തമ്മിലുള്ള ചെറിയ ഒരു ആർക്കും വിശ്വാസത്തിലോ യേശുവിലോ തോമാസ് ശ്ലീഹായിലൊന്നും പ്രയാസമുണ്ടായിട്ടുള്ള കാര്യമല്ല. എറണാകുളം എന്ന് പറയുന്നത് വലിയൊരു ടൗണാണ്. അപ്പോൾ അവിടെയുള്ള ലത്തീൻകാരുടെ കുർബാനകളെല്ലാം അരമണിക്കൂർ, നിങ്ങളിപ്പോൾ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ പോകുന്നവരായതുകൊണ്ട് അവിടുത്തെ കുർബാനയെല്ലാം വളരെ നേരത്തെ തീരും. അവരുടെ കുർബാനക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുർബാനക്രമം 2 മണിക്കൂർ വരെ നീട്ടുവാനും അത് 20 മിനിറ്റ് 10 മിനിറ്റ് വരെ ചുരുക്കുവാനുമുള്ള ഒരു ക്രമീകരണം അവരുടെ കുർബാന പുസ്തകത്തിലുണ്ട്. അപ്പോൾ എറണാകുളം എന്ന് പറയുന്നത് ലത്തീൻകാരും സീറോ മലബാറുകാരും എല്ലാം ഉള്ള ഒരു സമൂഹമാണ്. അപ്പോൾ എറണാകുളത്തുള്ള കുർബാന അത്ര നീണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും പോകും. അതുകൊണ്ടാണ് എറണാകുളത്തുള്ളവർ ഞങ്ങളുടെ ജനങ്ങൾക്ക് അഭിമുഖമായിട്ടുള്ള കുർബാന വേണമെന്നും അത് ഷോർട്ടായിരിക്കണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുക. അങ്ങനെ ഉരുത്തിരിഞ്ഞ ചെറിയ ഒരു ആശയപരമായിട്ടുള്ള ഒരു കാര്യം അത് ചില ഘടകങ്ങളിലേക്കെല്ലാം വ്യാപിക്കുകയും അത് പല തരത്തിലുള്ള ചിത്രശക്തികൾ അതിനെ വർഗീയവൽക്കരിക്കുന്ന പോലെ വലുതാക്കുകയും അന്ന് ഇങ്ങനെ ചിലപ്പോൾ മനുഷ്യർ പല സ്വഭാവമാണ്. ചൂടാവുന്നവർ, ദേഷ്യം ഉണ്ടാകുന്നവർ, സ്ഥാനമാനങ്ങൾ കിട്ടാത്തവർ, അധികാരങ്ങൾ കിട്ടാത്തവർ, അങ്ങനെ അംഗീകരിക്കപ്പെടാത്തവർ, അങ്ങനെയൊക്കെ ഇതിൻ്റെ എല്ലാത്തിലുണ്ട്. ഒരു കുടുംബത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു വാശിയും വൈരാഗ്യവും എല്ലാം പോലെ ഇങ്ങനെയുള്ള ഘടകങ്ങൾ എല്ലാ വ്യക്തിയും അടങ്ങുന്നതാണ് സഭ. അപ്പോൾ ഇങ്ങനെയുള്ള ആശയ സംവാദങ്ങളും ആശയ ഭിന്നതകളും ആശയപ്പൊരുത്തങ്ങളും എല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. എങ്കിലും എല്ലാവരും ക്രിസ്തുവിലൊന്ന് ഇപ്പോൾ അത് ഏകദേശം എല്ലാം ഭാഗ്യമായി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാനതിലൊന്നും ഇടപെടാറില്ല. എന്താണോ അഭിമന്യ പിതാവ് പറയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുവാനായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സീറോ മലബാർ കുർബാന നമുക്ക് തോമാസ് ശ്ലീഹ കൈമാറി തന്ന വിശുദ്ധ കുർബാനയുടെ ഒരു ആവിഷ്കരണമാണ് അത് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സീറോ മലബാർ സുറിയാനി സഭയിലെ കുർബാനയുടെ മലയാള രൂപമാണ് നമ്മുടെ കുർബാന എന്ന് പറയുന്നത്. നമ്മുടെ കുർബാനയ്ക്ക് 4 ഘടകങ്ങളേ ഉള്ളൂ. അപ്പമെടുത്തു, വാഴ്ത്തി, വിഭജിച്ചു നൽകി. 4 കാര്യമാണ് കുർബാനയിലുള്ളത്. അതാണ് അച്ഛൻ വചനപ്രഘോഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഭാഗമാണ് പ്രധാനമായിട്ട് വചനപ്രഘോഷണം, അപ്പം മുറിക്കൽ. അപ്പോൾ വചനപ്രഘോഷണം വരെ ഒരു ഭാഗം, അത് കഴിഞ്ഞാൽ അപ്പം എടുക്കുന്ന പ്രക്രിയയാണ്. അച്ഛൻ അവിടെ പോയി അപ്പവും വീഞ്ഞും എല്ലാം ഒരുക്കുന്ന ആ ഒരു വാക്കിൻ്റെ
വ്യാഖ്യാനവും ധ്യാനവും പ്രാർത്ഥനയുമാണ് അതുവരെയുള്ള പ്രാർത്ഥന. അത് കഴിഞ്ഞ് അപ്പം എടുത്തു വാഴ്ത്തി, അതാണ് അച്ഛൻ ആശീർവദിക്കുന്നത്. 4 വാക്കുകൾ. അപ്പം വാഴ്ത്തി എന്ന വാക്കിൻ്റെ ആഘോഷപൂർവമായിട്ടുള്ള ഒരു ക്രമമുണ്ട്. അത് കഴിഞ്ഞ് വിഭജിച്ചു, അതാണ് അച്ഛൻ അപ്പം മുറിക്കുന്നതും പിന്നെ അതുമായി തുടർന്ന പ്രാർത്ഥനകൾ. അപ്പം എടുത്തു വാഴ്ത്തി വിഭജിച്ചു നൽകി, അതാണ് ദിവ്യകാരുണ്യ സ്വീകരണം. ഈ 4 വാക്കുകളുടെ ആഘോഷപൂർവമായിട്ടുള്ള അനുസ്മരണമാണ് ഒരു കുർബാന എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ കുർബാന നമുക്ക് തോമാസ് ശ്ലീഹായിലൂടെ പൈതൃകമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം അതാണ് നമ്മുടെ ഉറവിടവും കേന്ദ്രവും നമ്മുടെ ശക്തിയും സ്രോതസ്സും എല്ലാം ഈ വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ഈ കുർബാന യേശുവിന് നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് തോമസ് ശ്ലീഹ ഈ പലസ്തീനായി നിന്ന് ഇത്രയും ദൂരം ഇവിടേക്ക് നിന്ന് വരാനായിട്ടെല്ലാം ബുദ്ധിമുട്ടിയതാണ്. വഴികൾ അധികമില്ലാത്ത കാലഘട്ടം, കപ്പൽ യാത്രയുണ്ട്, നടന്നു വരാം. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൂടെയെല്ലാം നടന്നു വരാം. തോമസ് ശ്ലീഹ ഗുജറാത്തിലും ഇവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കും. ഇവിടെ മാത്രമല്ല, തോമസ് ശ്ലീഹ ഇറ്റലിയുടെ മേഖലയിലും സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ ഇറ്റലിയിലും തോമസ് ശ്ലീഹ ഞങ്ങളുടെ സ്ഥാപനം എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതുകൊണ്ട് അപ്പോൾ തോമസ് ശ്ലീഹ എന്തുമാത്രം ത്യാഗങ്ങൾ എടുത്തിട്ടുണ്ടാകും ഈ സുവിശേഷം പ്രസംഗിക്കാനായിട്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തെല്ലാം ത്യാഗം എടുത്തായിരിക്കും. ഇത് മാത്രമല്ല, നമ്മുടെ ഇവിടെ നിന്നും കൊടുങ്ങല്ലൂര്, കൊല്ലം, നിരണം, ചായൽ, നിലയ്ക്കൽ, കോട്ടമംഗലം, കോട്ടക്കാവ്, പാലിയൂർ, പിന്നെ നമ്മൾ ഒരു അരപ്പള്ളിയുണ്ട് തിരുവാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് 968 പണിതാണ്. 72 തോമസ് ശ്ലീഹ മരിക്കുന്നത്. 52 വന്നു, 72 മരിച്ചു. 68 തിരുവാങ്കോട് പണിത, അത് നമ്മൾ എവിടെയാണ്, തെങ്കാശി കാറ്റാടിമല എന്നൊക്കെ പറയുന്ന ഭാഗത്താണ് തിരുവാങ്കോട് എന്ന് പറയുന്ന പള്ളി. അത് തോമസ് ശ്ലീഹ തന്നെ പണിത പള്ളിയാണ്. കാരണം തോമസ് ശ്ലീഹ മരപ്പണികളൊക്കെ അറിയാവുന്ന ആളായിരുന്നതുകൊണ്ട് അന്ന് സ്ഥാപിച്ച പള്ളിയും അന്ന് പണിത മരങ്ങളും അന്ന് പണിത കരിങ്കൽ കുരിശും എല്ലാം ഈ തിരുവാങ്കോട് ഇന്ന് ഉണ്ട്. അതിന് അരപ്പള്ളി, അരജന്റെ പള്ളി എന്ന് വെച്ചാൽ രാജാവിൻ്റെ പള്ളി. അതുകൊണ്ടാണ് അരജൻ പണികഴിപ്പിച്ച പള്ളി, തോമസ് ശ്ലീഹ പണികഴിപ്പിച്ച പള്ളി. അതുകൊണ്ട് അതിന് അരപ്പള്ളി എന്നുകൊണ്ട് അറിയപ്പെടുന്നു. അങ്ങനെ 7 പള്ളികൾ കൊണ്ട് നമ്മൾ അതൊരു ബഹുമാന സൂചകമായിട്ട് പറയുന്നതും കൂടിയാണ്. നമ്മൾ അരമന എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ലല്ലോ. അതൊരു ബഹുമാന സൂചകമായിട്ട് നമ്മൾ പറയുന്നതാണ് അരമന, അരജൻ വാഴുന്ന സ്ഥലം. അതുപോലെ നമ്മൾ പറയാം 7 പൊന്നാന എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 7 പൊന്നാനൊന്നുമില്ല, പക്ഷെ അതൊരു ബഹുമാന സൂചകമായിട്ട് നമ്മൾ അതിനെ പറയുന്ന ഒരു പേരാണ്. അതുകൊണ്ട് 7 പള്ളികൾ തോമസ് ശ്ലീഹ സ്ഥാപിച്ചു എന്ന് വെച്ചാൽ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പൂർണ്ണതയുടെ ഒരു അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ അത് തോമസ് ശ്ലീഹ അവനെ സ്ഥാപിച്ച 7 പള്ളികൾ, 7 പള്ളികളും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തോമസ് ശ്ലീഹ എന്തുമാത്രം ത്യാഗപൂർവ്വം ഇവിടെയെല്ലാം എത്തി. നിലയ്ക്കല് ക്രൈസ്തവരുടെ ഒരു സമൂഹമാണ്. നിലയ്ക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ശബരിമല, ഇതാണ് നിലയ്ക്കൽ എന്ന് പറയുന്നത്. അവിടെയുള്ള ക്രൈസ്തവരെല്ലാം ഓടിപ്പിച്ചു. അവരാണ് കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് ഇന്ന് കാഞ്ഞിരപ്പള്ളി രൂപതക്കാരായിട്ട് നിൽക്കുന്ന സമൂഹം. അപ്പം അതുകൊണ്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങൾക്കിടയിലാണ് ഇപ്പോൾ നിലയ്ക്കൽ പള്ളി എല്ലാവരും കൂടി പങ്കിട്ടു. എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ യാക്കോബായ, ഓർത്തഡോക്സ്, സീറോ മലബാർ, മലങ്കര, അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് പങ്കിട്ടുള്ളൊരു പള്ളിയാണ് നിലയ്ക്കൽ പള്ളി ഇപ്പോൾ. അപ്പം അങ്ങനെ കൊടുങ്ങല്ലൂർ, കൊല്ലം, നിരണം, ചായ, നിലയ്ക്കൽ, കോട്ടമംഗലം, കോട്ടക്കാവ്, പാലയൂർ, തിരുവാങ്കോട്, ഇത്രയും സ്ഥലങ്ങളിൽ തോമസ് ശ്ലീഹ വന്നു. പിന്നെ തോമസ് ശ്ലീഹ മരിച്ചത് മൈലാപ്പൂരാണ്. കത്തോലിക്ക സഭയിൽ 2 പള്ളികൾ മാത്രമാണ് അപ്പസ്തോലന്മാരുടെ ഖബറിടത്തിൻ്റെ മുകളിൽ പണിതിട്ടുള്ള 2 പള്ളികളെ കത്തോലിക്ക സഭയിലുള്ളൂ. അതൊന്ന് പത്രോസ് ശ്ലീഹായുടെ ഖബറിടത്തിൻ്റെ മുകളിൽ പണിതിരിക്കുന്ന റോമിലെ വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പല്, പിന്നെ മറ്റൊന്ന് മൈലാപ്പൂരിലുള്ള തോമസ് ശ്ലീഹായുടെ ഖബറിടത്തിന് മുകളിൽ പണിത പള്ളി. 2 പള്ളിയെ ശ്ലീഹന്മാരുടെ ഖബറിടത്തിന് മുകളിൽ പണിത പള്ളികളായിട്ടുണ്ട്. അപ്പം നമ്മൾ
ഈ തോമസ് ശ്ലീഹായുടെ ഈ ദിവസം ആചരിക്കുമ്പോൾ അദ്ദേഹം യേശുവിനെ പങ്കുവെച്ചു കൊടുക്കുവാനും പിന്നെ വിശ്വാസ ദീപം നമുക്ക് പകർന്നു നൽകി ആ വിശ്വാസ ദീപം ഈ ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന ഈ നാട്ടിൽ അതിനെ കെടാതെ സൂക്ഷിക്കാൻ, തലമുറകളിലേക്ക് അത് കെടാതെ കൈമാറാൻ സാധിക്കുക, അതാണ് നമുക്ക് വന്നിരിക്കുന്ന ഒരു വലിയൊരു അഭിഷേകം എന്ന് പറയുന്നത്. ഞാൻ തലമുറകളിലേക്ക് എങ്ങനെ കൈമാറുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യം പറയാനുള്ളത്, ഞാൻ അച്ഛനാൻ പഠിക്കാൻ വന്ന കാലത്തുള്ള അച്ഛന്മാരാരിപ്പില്ല, എല്ലാവരും മരിച്ചുപോയി. കുറേ പേര് മരിച്ചുപോയി. ഇപ്പൊ ചാക്കോച്ചനൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ എനിക്ക് മുമ്പുള്ള ചാക്കോച്ചനൊക്കെയാണ് 10 വർഷം, എനിക്കും 10 വർഷം മുമ്പാണ് ചാക്കോച്ചനൊക്കെയും 10. അപ്പൊ അവരുടെയൊക്കെ എപ്പോഴും ഉള്ളൂ. ഇനിയും മരിക്കാനുള്ള കുറച്ച് അച്ഛന്മാരാ വിജ്ഞാനി ഹോമിലൊക്കെ ഉണ്ട്, പ്രായമായിട്ടുള്ള അച്ഛന്മാരൊക്കെ. നമ്മുടെ തെക്കേക്കരച്ഛൻ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അവരൊക്കെ ഇനി വിശ്രമമാണ്. എനിക്ക് താഴെ ഇനി 300ഓളം 350ഓളം അച്ഛന്മാര് എനിക്ക് താഴെ. അതാണ് അടുത്ത തലമുറ എന്ന് പറയുന്നത്. ഇപ്പൊ തൃശ്ശൂർ രൂപയില് ഇപ്പൊ ജോലി ചെയ്യുന്ന അച്ഛന്മാരെയുള്ള ഒരു 400-450ഓളം അച്ഛന്മാര് തൃശ്ശൂർ രൂപതയില് ജോലി ചെയ്യുന്നുണ്ട്. അത് അടുത്ത തലമുറയെ. അപ്പൊ കഴിഞ്ഞകാല തലമുറ പിന്നെ ഇനി അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ തന്നെ, നമ്മുടെ കുടുംബത്തിൽ കിട്ടിയിരിക്കുന്ന വിശ്വാസ ജീവിതം അടുത്ത തലമുറയിലേക്ക് കൈകാര്യം ചെയ്യാൻ നമുക്ക് തലമുറ മുഴുവൻ നമ്മൾ അറിയില്ലല്ലോ. തൃശ്ശൂർ രൂപതയിലെ അച്ഛന്മാരെ, എൻ്റെ താഴെയുള്ള അച്ഛന്മാരെയൊന്നും മുഴുവനായിട്ട് ഞാൻ അറിയില്ല. തൊട്ടടുത്തൊക്കെ ജോലി ചെയ്യുന്നവരും അടുത്ത പള്ളികളുള്ളവരെയൊക്കെ അറിയുമായിരിക്കും. മുഴുവൻ പേരെയൊന്നും എനിക്ക് കണ്ടാലൊന്നും അറിയില്ല. വർഷത്തിലെ ധ്യാനത്തിലേക്ക് 3 ബാച്ചായിട്ടേക്കും വരും. എപ്പോഴും കാണാൻ സാധിച്ചെന്നല്ല, 3 ബാച്ചിലുള്ളവർക്കല്ലേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അടുത്ത തലമുറയെ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ അവരുണ്ട്. അടുത്ത തലമുറയിലെ ഈ ക്രൈസ്തവ വിശ്വാസം ഈ പ്രതിസന്ധികൾക്കെല്ലാം ഇടയിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കും. ചെഗുവേര എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാര് അദ്ദേഹത്തെ എടുത്ത് കഴിഞ്ഞ 2-3 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ചെഗുവേര എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഐ എം നോട്ട് എ കമ്മ്യൂണിസ്റ്റ്, ഐ ആം എ കാത്തലിക്. ഐ എം എ കാത്തലിക് ആൻഡ് ഐ ആം എ സോഷ്യലിസ്റ്റ്. അദ്ദേഹം 1956 ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ വന്നത് നെഹ്റുവിനെ കാണാനും ഗാന്ധിജിയുടെ കബറിടം കാണാനും. അദ്ദേഹം നിങ്ങൾക്കൊരു ഗാന്ധിജിയുണ്ട്, നിങ്ങൾക്കൊരു ഗാന്ധി ഇല്ലായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തരാൻ നമ്മൾ പരിശ്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ കാണാൻ ഐ എം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് ബട്ട് ഐ ആം എ കാത്തലിക്, ഐ ആം എ സോഷ്യലിസ്റ്റ്. നല്ലൊരു ദൈവവിശ്വാസിയായിരുന്നു. പാവപ്പെട്ടവരോട്, മർദ്ദിത ജനവിഭാഗങ്ങളോട് അദ്ദേഹത്തിനുള്ള സ്നേഹമാണ് അദ്ദേഹത്തെ ഒരു വിപ്ലവ നായകനാക്കി മാറ്റിയത്. നല്ല പഠിപ്പുള്ള ഡോക്ടറായിരുന്നു ചെഗുവേര എന്ന് പറയുന്നത്. വിവരമില്ലാത്ത സമരങ്ങളും ആഭാസങ്ങളും ചെയ്യുന്ന വ്യക്തിയല്ല. അദ്ദേഹം ഡോക്ടറായിരുന്നു, കഴിവുള്ളവനായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്ക്, ഐ എം എ കാത്തലിക്, ഐ എം എ സോഷ്യലിസ്റ്റ്. ഒരു അഭിമാനം കൊള്ളാൻ നമുക്കും പറയാൻ സാധിക്കണം, ഞാനൊരു കത്തോലിക്കനാണ്, ഞാനൊരു ക്രൈസ്തവനാണ്, ഞാനൊരു സീറോ മലബാർ വിശ്വാസിയാണ്, ഞാനതിൽ അഭിമാനിക്കുന്നു. നമ്മുടെ ആനിവേഴ്സറിക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. താങ്ക് യു. അലയാഴികൾ കണ്ടു മാർത്തോമാ നിന്നെ, വിശ്വാസം വഴിയും ജ്വാലയായി നീ. മറ്റേ കാത്തിടനേ, എന്നെ പോനിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, എന്നെ പോനിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോവിൻ ഹൃദയത്തിനുള്ളിൽ
ദൈവമായി തീരും. ക്രൂശിതനേ ഉത്തിരനേ മർത്യനെ കാത്തിടണേ. ഭൂമുഖമാകെ തെളിവാകാൻ ഭാരതമണ്ണിൽ തിരിയാവാൻ മാനവ മക്കൾ കരുളി